ടൗണിന് സമീപം മാലിന്യ നിക്ഷേപം രൂക്ഷം. ടൗണിൽ മാർക്കറ്റിന് പിൻഭാഗത്തും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പാലത്തിന് സമീപവുമാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിട്ടുള്ളത്. മഴ പെയ്യുന്നതോടെ ഈ മാലിന്യങ്ങൾ ഒഴുകി മുതിരപ്പുഴയിലേക്ക് എത്തുമെന്നാണ് പരാതി. മൂന്നാറിനെ മാലിന്യമുക്തമാക്കാൻ നടപടികളുണ്ടാകുമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ ആവർത്തിക്കുമ്പോഴും മൂന്നാർ ടൗണിന് സമീപത്ത് മാലിന്യ നിക്ഷേപം നിർബാധം തുടരുകയാണ്. ടൗണിൽ മാർക്കറ്റിന് പിൻഭാഗത്തും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പാലത്തിന് സമീപത്തുമാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിട്ടുള്ളത്. മഴ പെയ്യുന്നതോടെ ഈ മാലിന്യങ്ങൾ ഒഴുകി മുതിരപ്പുഴയിലേക്ക് എത്തുമെന്നാണ് പരാതി. മാലിന്യം പഞ്ചായത്ത് ആൾക്കാർ ഒരുപാട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കടയിൽ നിന്ന് കുറേ ആൾക്കാരും ഇവിടെ മാലിന്യം വലിച്ചെറിയുകയും നൈറ്റായി കഴിഞ്ഞാൽ വലിച്ചെറിയുകയും പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ പോവുകയും ആറ്റിൽ മുതിരപ്പുറ ആറിനെ മോശമായ രീതിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് എടുത്താലും ഇവർ ആൾക്കാർ ശരിക്കും കൊടുക്കാത്തത് കൊണ്ടാണ് പ്രശ്നമുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മിനിസ്റ്റർ വന്നപ്പോൾ ഈ മൂന്നാർ ടൂറിസ്റ്റ് കേന്ദ്രമനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു. പക്ഷേ എന്നാലും പഞ്ചായത്ത് അതിനകത്ത് ഉത്സാഹം ചെയ്താലും പക്ഷെ ആൾക്കാർ അതിനകത്ത് ഇടപെടുന്നില്ല. അതിനുള്ള കാര്യത്തിൽ പഞ്ചായത്ത് ഉത്സവമായിട്ട് എടുത്തണം. മൂന്നാറിനെയും മുതിരപ്പുഴയും മാലിന്യ വിമുക്തമാക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഈ ശ്രമങ്ങളെ മുഖവിലക്കെടുക്കാതെ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. നിലവിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യം നീക്കം ചെയ്യുകയും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.